ഞാനേ ചെറിയൊരു കാര്യം പറയണ്ടെന്നാണ് കേട്ടോ. ചെറിയ കാര്യം, വാസ്തുശാസ്ത്ര വിരുദ്ധമായ കാര്യമൊന്നുമല്ല. എന്നാൽ കൂടി വാസ്തു നോക്കണം. വാസ്തു വിശ്വാസം ഉണ്ടെങ്കിൽ വാസ്തു നോക്കുന്ന വേണം, നോക്കാതിരിക്കരുത്. വിശ്വാസമുള്ളവർ ഫോളോ അപ്പ് ആണ്, വിശ്വാസമുള്ളവർ ഫോളോ അപ്പ്, ഇല്ലാത്തൊരു ഫോളോ അപ്പ് ചെയ്യും വേണ്ട. അപ്പോൾ എന്നാലും എന്തിനും നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും നിർമ്മാണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി വേറെ ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം നോക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാത്ത പക്ഷമുള്ളൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറയാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഇത് ഈ സാധനങ്ങൾ ഇവിടെ മാത്രം ബീമുണ്ട്, ബാക്കി എല്ലാം കരിങ്കല്ലാണ്, കല്ലിൻ്റെ കെട്ടാണ്. ഇവിടെ മാത്രം ബീം വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് ഈ കുറ്റടിച്ചു, തറ കെട്ടി ബെൽറ്റ് വാർത്തതിന് ശേഷം ഇപ്പം ഈ ഒരു ദാർസിൻ്റെ പ്ലോട്ടാണ്. ഈ പ്ലോട്ടിൽ ഇവിടെ മാത്രമാണ് കറക്റ്റ് 4 അടി ഇതുള്ളത്. ഇപ്പോൾ ഇതാണ് അതിൽ ഈ കുറ്റി, ഇവിടെ മാത്രം കറക്റ്റ് 4 അടി ഗ്യാപ്പുള്ളൂ. ബാക്കി മുമ്പിലും അപ്പുറത്തും ബാക്കിലും 3 സ്ഥലമുണ്ട്. പക്ഷേ വാസ്തുപ്രകാരം ഇവിടെയാണ് സെപ്റ്റ് ടാങ്കിന് പിറ്റ് വേണ്ട പറഞ്ഞാണ്ട് ഇവിടെ ഇറ്റാച്ച് കൊണ്ട് കീറിച്ചപ്പം തറയിരുന്നു. അപ്പം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്താ വയ്ക്കുക, ഈ ഒന്നാം സ്ഥാനം നോക്കാതെ വേറെയും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്താക്കുക, അങ്ങനത്തെ സംഗതികൾ എന്താക്കുക പ്രിഫർ ചെയ്യുക കേട്ടോ. അല്ലാത്ത പക്ഷം ഇങ്ങനെ 2-ാം മണി വരും. ഓക്കെ, അപ്പം വാസ്തു നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അയക്കുക, നമ്മളാരും കൈയടത്തില്ല. അത് ഉള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും. ഉള്ളവരെന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യുക. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി വെറുതെ നമ്മൾ 10-30 ലക്ഷം 40 ലക്ഷം മുടക്കി വീട് വെച്ചിട്ട് അതിനകത്ത് താമസിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു റിഗ്രറ്റ് ഉണ്ടാവരുതല്ലോ. നമ്മൾ ഫോളോ അപ്പ് ചെയ്തിലാണുള്ളത്. ഫോളോ അപ്പ് ചെയ്യുക, വിശ്വാസമുള്ളവർ ഫോളോ അപ്പ് ചെയ്യണം, ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇത്ര സംഗതി ചെയ്യുമ്പോൾ എന്താക്കും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ വന്നത്. ഓക്കെ, ബൈ.